അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. ഇത് നടുക്കാണ് ഞങ്ങളുടെ ജീവൻ വെച്ചാണ് ബന്ധമാണ്. അനുവദിക്കില്ല അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ നാഷണലുടെ ഉത്തരവാദിത്തം. അതിനുശേഷം നിങ്ങൾക്ക് ഇത് മണ്ണിട്ട് മനുഷ്യരുടെ ജീവൻ വെച്ച് ബന്ധാണെന്ന് വേണ്ടത്ര സൂപ്പർവിഷൻ മറ്റു കാര്യങ്ങളും ഇല്ലാതാണ് നിങ്ങളോട് दोनों तरफ सर्विस रोड से जाएगा। सर्विस रोड वो साइड है ना, ये साइड में रोड है ना। नहीं इसमें नहीं जाएगा ना, यहाँ एक्सीडेंट हुए थी। दोनों साइड ब्लॉक करो, दोनों साइड ब्लॉक करो। अरे यहाँ दोनों साइड ब्लॉक है यार, वो बात नहीं है। इधर बारिश का नेशनल हाईवे का अथॉरिटी टू पेश आएगा। अरे ठीक है यार, मैं समझ गया। ദേശീയപാതയിലെ 11-ാം മൈൽ ജംഗ്ഷൻ മേൽപ്പാലത്തിൽ വൻ താഴ്ചയും തുരങ്കവും രൂപപ്പെട്ടു. നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനത്തിന് തയ്യാറെടുത്തിരുന്ന മേൽപ്പാലത്തിന്റെ തെക്ക് ഭാഗത്താണ് ഏകദേശം 3 മീറ്റർ താഴ്ചയും 3 മീറ്റർ വീതിയുമുള്ള വലിയൊരു ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. പാലത്തിനടിയിലെ മണ്ണ് ഒലിച്ചുപോയതാണ് ഇത്രയും വലിയ അപകടത്തിന് കാരണമായത്. അഗാധമായ ഈ ഗർത്തം രൂപപ്പെട്ടത് പ്രദേശവാസികളിലും യാത്രക്കാരിലും വലിയ പരിഭ്രാന്തി പരത്തിയിട്ടുണ്ട്. വിവരമറിഞ്ഞ പോലീസും ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗർത്തത്തിന്റെ ആഴം കണക്കിലെടുത്ത് നിലവിൽ ഇത് അടിയന്തരമായി നികത്താൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. റോഡ് പണികൾ പൂർത്തിയായിരുന്നില്ലെങ്കിലും റോഡിന്റെ ഇരുവശങ്ങൾ കൂടിയും വാഹനങ്ങൾ പോകാറുണ്ടായിരുന്നു. KSRTC ബസ് റോഡിലൂടെ കടന്നുപോയ ശേഷമാണ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. തലനാരിഴയ്ക്കാണ് ദുരന്തം ഒഴിവായത്. ഇത് 11-ാം മൈലിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്ന അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള മേൽപ്പാലത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്ന ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ വരുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി ഒരു ട്രാൻസ്പോർട്ട് ബസ് പോകുന്നു. അതിൻ്റെ പുറകെ ഒരു കാറും പോയതിന് ശേഷമാണ് ഈ കുഴി രൂപപ്പെട്ടത്. പെട്ടെന്ന് തന്നെ അതിൻ്റെ പുറകെ വന്ന ബൈക്കുകാർ അവിടെ നിർത്തി. അതിനോടൊപ്പം തന്നെ ഞാനും കൊണ്ടുവന്ന് അതിനെ നിർത്തിയിട്ട് അവിടെ പിന്നീട് വരുന്ന വണ്ടികളെല്ലാം നമ്മൾ തടസ്സപ്പെടുത്തി നിർത്തുകയാണ് ചെയ്തത്. അതിന് ശേഷം ഈ കുഴി നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിവശത്തുള്ള മൊത്തം മണ്ണും ആ താഴെ സൈഡിൽ വിരിച്ചിട്ടുള്ള കട്ടയുടെ വിടവിലൂടെ വെളിയിൽ പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഹൈവേ നിർമ്മാണത്തിൻ്റെ അങ്ങ് തൊട്ട് ഇങ്ങേ വരെ അവരെല്ലാ സ്ഥലങ്ങളിലും ഫില്ല് ചെയ്തിരിക്കുന്നത് ഈ മണലാണ്. അത് കൃത്യമായി നല്ല രീതിയിലേക്കല്ല ഫില്ല് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കട്ട വിരിച്ചിരിക്കുന്നത് മറിയുമോ എന്നുള്ള ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ അഡ്വക്കേറ്റ് സോണിമോൻ മാത്യു അടക്കമുള്ളവർ ഇത് കേസ് ഫയൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ അതിനൊക്കെ അവർ നിസ്സംഗത കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് തിരസ്കരിച്ചു കൊണ്ടുള്ള സംസാരങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ആ കേസ് അല്ലെങ്കിൽ ആ ആശങ്ക അത് പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഈ ഹൈവേ ഇത്ര രീതിയിൽ നിർമ്മിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം പണി തീർത്ത് സൈഡ് ഭിത്തി മാത്രം കെട്ടിയാൽ മാത്രം മതി. ആ സ്ഥലത്തു നിന്നാണ് ഇത്രയും വലിയ ഒരു കുളത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഒരു കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ പുറകെ വന്ന വണ്ടികളൊക്കെ അതിനകത്ത് വീഴാനുള്ള സാധ്യത ഉണ്ടായിരുന്നത്. നാട്ടുകാരും മറ്റുള്ളവരും ഒക്കെ ഞാനും ഒക്കെ കൂടി നിന്നാണ് അത് ബ്ലോക്ക് ചെയ്തത്. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും പുറകെ വന്ന വണ്ടികൾ അതിനകത്ത് വീണ് വലിയ അപകടം ഉണ്ടാകേണ്ടതായിരുന്നു. ഇത്തരം കുഴികൾ ഇനിയും ഈ ഹൈവേ നിർമ്മാണത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ഒറ്റ ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ മാത്രം ഉപയോഗിച്ച് തീർക്കുന്ന ഒരു സാധനമല്ലല്ലോ ഈ ഹൈവേ എന്ന് പറയുന്നത്. ഇനിയും ഓരോ വർഷങ്ങൾ കഴിയുന്തോറും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അടിയന്തരമായി
ഗവൺമെൻറ് ഇതിനെ കേരള സർക്കാർ മുന്നിട്ട് ഇറങ്ങിക്കൊണ്ടാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ഇതിന് അടിയന്തരമായി ഈ പണി കൃത്യമായ രീതിയിൽ നല്ല രീതിയിലാണ് നടത്തുന്നത് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുന്ന സംവിധാനങ്ങൾ അല്ലെങ്കിൽ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് നമ്മുടെ ദൃക്സാക്ഷി എന്നുള്ള രീതിയിൽ. ഇത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കുവാനായിട്ടൊരു ജാഗ്രത ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെയല്ല, ആദ്യമേ തന്നെ ഒരു ഹൈവേയുടെ നടുക്ക് തന്നെ ഉണ്ടായിരുന്ന ടാറിങ് ചെയ്ത ഭാഗവും കോൺക്രീറ്റ് ചെയ്ത ഭാഗവും താഴത്തേക്കൊരു അള്ളപ്പ് പോലെ അങ്ങോട്ട് താന്നു പോവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ആ ഇടിഞ്ഞിടിഞ്ഞ് മൊത്തത്തിൽ ഇത്രയും വലിയ കുഴിയായി മാറിയത്. വലിയൊരു അപകടമാണ് ഒഴിവായിരിക്കുന്നത്. അത് ഇനിയും ഈ ഹൈവേയുടെ പണിയുടെ ഇടയിൽ പല സ്ഥലങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. അതാണ് തെളിയിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി അവർ കോൺക്രീറ്റ് ഇട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ ആക്കി തീർക്കുന്ന തരത്തിലേക്ക് കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ന് വൈകിട്ട് 6:15 ഇത് സംഭവിച്ചത്. നേരം വെളുത്ത് കഴിയുമ്പോൾ ഇത് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ലാത്ത രീതിയിൽ ആക്കി കഴിഞ്ഞാൽ അത് പരിശോധിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് മാറും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു ആശങ്ക. അങ്ങോട്ട് പോയോട്ടെ, അടിലൊന്നും ഇല്ലെന്നു. നീങ്ങില്ലേട